അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല. പാവപ്പെട്ടവൻ എന്ന് പറയുമ്പോൾ അടിസ്ഥാന വർഗമാണ്. നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം പ്രോലിറ്റേറിയൻ എന്ന് വിശേഷിപ്പിക്കുന്ന അടിസ്ഥാന വർഗത്തിൻ്റെ പാർട്ടിയാണ് എന്നാണ്. എന്നാൽ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് മുതലാളിത്തത്തെ പ്രീണിപ്പിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയാണ്. അതുകൊണ്ട് മുതലാളിമാരായിട്ടുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ തിരഞ്ഞു കഴിഞ്ഞ കുറേ കാലങ്ങളായി ഏറ്റവും സമ്പന്നരായിട്ടുള്ള ഒരു 4 നിയോജക മണ്ഡലമെങ്കിലും തിരഞ്ഞെടുപ്പിൽ സ്പോൺസർ ചെയ്യാൻ പറ്റുന്ന സ്ഥാനാർത്ഥികളെ തേടിപ്പിടിച്ചിട്ടാണ് മാർക്സിസ്റ്റ് പാർട്ടി മത്സരിപ്പിച്ചിട്ടുള്ളത്. പിന്നെ അവർക്ക് എങ്ങനെ പാവപ്പെട്ടവൻ്റെ കൂടെ നിൽക്കാൻ സാധിക്കും? എങ്ങനെ അടിസ്ഥാന വർഗത്തിൻ്റെ കൂടെ നിൽക്കാൻ സാധിക്കും? അപ്പോൾ നിഘണ്ടുവിൽ നിന്ന് പോകാൻ പോകുന്ന പാവപ്പെട്ടവൻ എന്ന് പറയുന്നുണ്ടെങ്കിലും പോകാൻ പോകുന്ന പദം പ്രോലിറ്റേറിയൻ എന്ന് പറയുന്ന പദമാണ്. അപ്പോൾ യഥാർത്ഥ ഇടത് ഏത് എന്ന് ചോദിച്ചാൽ അത് ആ ഇടതൊക്കെ ഐക്യ ജനാധിപത്യ മുന്നണിയോടൊപ്പമാണ് എന്നുള്ളതാണ് RMP അടക്കമുള്ള പ്രസ്ഥാനങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ 1957 EMS മന്ത്രിസഭ വന്നപ്പോൾ ഒരു വിദ്യാർത്ഥിയായിരിക്കുന്ന ഞാൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയും എൻ്റെ കൂട്ടുകാർക്കും മിഠായി വിതരണം ചെയ്യുകയും ചെയ്തു എന്ന് പറഞ്ഞ സച്ചിദാനന്ദൻ ഇനി 3ാം തവണ അറിയാതെ പോലും പിണറായി വിജയൻ അധികാരത്തിലേറ്റല്ലേ എന്ന് പറയേണ്ട അവസ്ഥയിലേക്ക് സച്ചിദാനന്ദനെ എത്തിച്ചത് എന്താണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അങ്ങനെ പറഞ്ഞതിൻ്റെ പേരിൽ സോഷ്യൽ മീഡിയ വെട്ടുക്കിളികൾ അദ്ദേഹത്തെ ഏത് രീതിയിലാണ് കൈകാര്യം ചെയ്തത് എന്ന് നമുക്കറിയാം. ഇടതുപക്ഷത്തിൻ്റെ ഒരു സഹയാത്രികൻ കൂടിയായിരുന്നു മമ്മൂട്ടി എന്ന നടൻ. അവരുടെ ചാനലിൻ്റെ ചെയർമാനാണ് മമ്മൂട്ടി. ആ മമ്മൂട്ടി വയനാടിൽ ചൂരൽമലയിൽ വീടുകൾ സന്ദർശിക്കുമ്പോൾ അതിനെ എങ്ങനെ രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്താൻ കഴിയും എന്ന് വിചാരിച്ച് അതിൻ്റെ പിന്നാലെ പോയവരോടൊന്ന് മാറി നിൽക്കൂ എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ സോഷ്യൽ മീഡിയയിൽ മമ്മൂട്ടിയെ പോലും വെറുതെ വിട്ടിട്ടില്ല. ഇവർക്കെതിരെ ആരും സംസാരിക്കാൻ പാടില്ല, റാൻ മോളികളായി അവിടെ നിൽക്കണമെന്നുള്ളത്. നമുക്കറിയാം ജി സുധാകരൻ, അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് വേണ്ടി വീടുകളെല്ലാം കയറി ക്ലാസ് എടുത്ത ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവാണ്. അദ്ദേഹത്തോട് ഏത് രീതിയിലുള്ള അവഗണനയാണ് കാണിച്ചിട്ടുള്ളത്? ഗോവിന്ദൻ മാസ്റ്റർ വളരെ പുച്ഛമായ രീതിയിലാണ് ആ ഒരു നേതാവിനെ അവഹേളിച്ചുകൊണ്ട് സംസാരിച്ചത്. അത് കഴിഞ്ഞ് മനോരമയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് അദ്ദേഹം ചെയ്തത് ചെറ്റത്തരം. അപ്പോൾ പാവപ്പെട്ടവൻ്റെ എല്ലാ അടയാളത്തെയും വെറുക്കാൻ തുടങ്ങി. ചെറ്റ എന്ന് പറയുന്നത് എന്താ? ചെറ്റ എന്ന് പറഞ്ഞാൽ ഒരു കൂര, പാവപ്പെട്ടവൻ താമസിക്കുന്ന കൂര. അപ്പോൾ പഴയ കാലത്ത് വലിയ തമ്പ്രാക്കന്മാരൊക്കെ
ചെറ്റയിൽ താമസിക്കുന്നവരെ അവഹേളിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ പദമാണ് ചെറ്റത്തരം എന്നുള്ളത്. അത് AKG പോലെയുള്ളവർക്ക് അഭയം നൽകിയ ചെറ്റ കുടിലുകളെ പോലും വിസ്മരിച്ചുകൊണ്ട് പിണറായി വിജയൻ പറയുന്നു ജി സുധാകരൻ ചെയ്തത് ചെറ്റത്തരമാണ് എന്ന്. അപ്പോൾ പാവപ്പെട്ടവനെ വിസ്മരിക്കുന്ന, പ്രോലിറ്റേറിയനെ വിസ്മരിക്കുന്നവർ അവർ താമസിക്കുന്ന കുടിലിനെ പോലും അവഹേളിക്കുന്ന രീതിയിലേക്ക് എത്തിയിട്ടുള്ള ഒരു കാലത്ത് ആ പാവപ്പെട്ടവരുടെ കൂടെ അവരെ ചേർത്ത് നിൽക്കാൻ ഈ നിയോജക മണ്ഡലത്തിൽ KK രമയല്ലാതെ വേറെ ആരാണുള്ളത് എന്നുള്ളതാണ്. നിയമസഭയിൽ 1000 പിണറായി വിജയന് ഒരു KK രമ മതി എന്ന് അവർ പലപ്പോഴായി തെളിയിച്ചിട്ടുണ്ട്. എഴുന്നേറ്റ് നിൽക്കുമ്പം അവിടെ ഒരു അസ്വസ്ഥതയാണ്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അവരുടെ ശങ്കിന് കൊള്ളുന്ന രീതിയിലുള്ള അവരുടെ നാഭിയുടെ അവിടെ എല്ലാ മർമ്മങ്ങളെയും തൊട്ടുകൊണ്ടുള്ള പ്രസംഗം KK രമയ്ക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കാരണം അവർ അനുഭവങ്ങളുടെ തീച്ചൂളയിൽ ഉണ്ടായി വന്നിട്ടുള്ളതാണ്. അവർ ധാരാളം വേദന കടിച്ചിറക്കിയാണ് ഈ മണ്ണിലൂടെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ പോയിട്ടുള്ളത്. അവരുടെ പ്രിയതമൻ വകവരുത്തിയിട്ടും അതിനുശേഷവും കലിതീരാതെ മരിച്ചു കിടക്കുന്ന ഘട്ടത്തിൽ പോലും ആ മൃതദേഹത്തെ പോലും അവഹേളിച്ചിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയാണ് കേരളത്തിനുള്ളത് എന്നുള്ളത് നമ്മൾ ഓർക്കുമ്പോൾ നമുക്ക് ലജ്ജിച്ച് തകരാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ വരാൻ പോകുന്ന കാലം എന്ന് പറയുന്നത് ഇനി പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് സംസാരിക്കുന്ന KK രമയല്ല നമ്മൾ കാണാൻ പോകുന്നത്. ഭരണപക്ഷത്തിൻ്റെ ബെഞ്ചിലിരുന്നു കൊണ്ട് സംസാരിക്കുന്ന KK രമയെയാണ് നമ്മൾ ഇനി ഇവിടെ നിന്നും തിരഞ്ഞെടുക്കാൻ പോകുന്നത്. ഇവിടുത്തെ മണ്ണ് ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ഒരു മഹാൻ ആയിട്ടുള്ള സഖാവിൻ്റെ ചോര വീണ മണ്ണാണ്. ആ നിണമണിഞ്ഞ നിലം ഇപ്പോഴും ഉണങ്ങിയിട്ടില്ല. എങ്കിൽ ആ ചോരയിൽ നിന്ന് 1000 പേരുയരും എന്ന് നമ്മൾ പറയുന്നത് യാഥാർത്ഥ്യമാകാൻ പോകുന്നു. 51 കണക്കാക്കി ഓരോന്നിനും 1000 വോട്ടുകളാക്കി 51,000-ത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലായിരിക്കണം KK രമ. അതുകൊണ്ട് പ്രിയപ്പെട്ട പിണറായി വിജയൻ, നിങ്ങൾ പ്രതിരോധത്തിന് ഉയർത്തിവെച്ചിട്ടുള്ള അയൺ ഡോമുകളെയൊക്കെ തകർത്തുകൊണ്ട് ഞങ്ങളുടെ മിസൈൽ അവിടെ വന്ന് പതിക്കാൻ പോവുകയാണ് എന്നുള്ളതാണ് വടകരയിൽ നിന്നും നമുക്ക് പറയാനുള്ളത്. അതാണ് KK രമ എന്ന് പറയുന്ന സ്ഥാനം. വൻ ഭൂരിപക്ഷത്തെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ നിങ്ങളോട് വിജയിപ്പിക്കാൻ വോട്ട് ചെയ്യണമെന്ന് പറയാനല്ലല്ലോ നിങ്ങൾ. KK രമയുടെ വോട്ട് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിൽ കർമ്മരംഗത്ത് വിശ്രമമില്ലാതെ പ്രവർത്തിക്കാൻ പ്രതിജ്ഞ ചെയ്യുന്ന ഒരു സദസ്സിനെയാണ് ഞാൻ കാണുന്നത്. നിങ്ങളുടെ ഈ യജ്ഞം ഒരു വിജയമാകട്ടെ എന്ന് ആഗ്രഹിക്കുകയും മെയ് 4-ന് ശേഷം KK രമയുടെ വിജയാഘ്ലാദ പരിപാടിയിൽ പങ്കെടുക്കാൻ കൂടി എനിക്ക് വരാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഈ പരിപാടി ഞാൻ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് തുറന്നതായി പ്രഖ്യാപിക്കുന്നു. നമുക്കിനി പ്രവർത്തിക്കേണ്ട ദിവസങ്ങളാണ്. വളരെ കുറച്ച് 2 ആഴ്ച പോലും നമ്മുടെ മുന്നിലില്ല. ആ ദിവസം എല്ലാ ബൂത്തുകളിലും ഇറങ്ങിയേറ്റവും നല്ല പ്രവർത്തനം കാഴ്ചവെക്കാൻ നമുക്ക് സാധിക്കട്ടെ. അതിന് എല്ലാ പ്രവർത്തനങ്ങളും ക്രോഡീകരിക്കുക. ഈ ഒരു ഓഫീസ് കൂടി നമുക്ക് ഉപകാരപ്രദമാകും. ആ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ച് അവസാനിക്കും.